Hi friends, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീക്ക്ലി റിപ്പോർട്ടിൽ ഞാൻ ആക്ച്വലി പറയാൻ പോകണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു മാർക്കറ്റിൽ. മാർക്കറ്റിൽ ആ യുദ്ധത്തിൻ്റെ ഭീതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, മാർക്കറ്റ് മൂവ് ചെയ്യുന്നോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ, ബിഗ് ഗ്യാപ്പ് അപ്പ്, ബിഗ് ഗ്യാപ്പ് ഡൗൺ, അങ്ങനെയുള്ളൊരു വൃത്തികെട്ട രീതിയിലേക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് കടന്നു പോയത്. സോ നമ്മുടെ വീഡിയോയിൽ ഇന്ന് 2 പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ വീക്കിലിയുടെ ഒരു അനാലിസിസ് വ്യൂ പറഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നാളത്തേക്കുള്ള അതായത് മൺഡേയിലേക്കുള്ള ലെവൽസ് എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് ട്രേഡബിൾ ആക്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും വരുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ റിലേറ്റഡായിട്ടുള്ള വീക്ക്ലി അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം വീഡിയോ ഇല്ലായിരുന്നു, അത് കുറച്ച് ഒന്നാമത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഗ്യാപ്പിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റുന്നത് നമ്മളെ നിഫ്റ്റി നോക്കുമ്പം നിഫ്റ്റി ഇന്ന് ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ, ഇതാണ് നമ്മുടെ തിങ്കളാഴ്ച, നമ്മളെ ഫ്രൈഡേ 27 മാർച്ച് വന്നത്. ഈ ആഴ്ച നമുക്ക് ആകപ്പാടെ ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ നിന്ന് 3 ദിവസം മാത്രമേ മാർക്കറ്റിനാണ്. തിങ്കളാഴ്ച നമ്മളെ മാർക്കറ്റ് താഴേക്ക് ഓപ്പൺ ചെയ്ത് എവിടെ പോയി, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോയായിരുന്നു, താഴേക്ക് ഓപ്പൺ ചെയ്ത് നിഫ്റ്റി എങ്ങോട്ടാണ് പോയത്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, താഴേക്ക് അടിച്ചു, എൽപിയുടെ സ്പൈക്ക് വന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അത് തലേദിവസം പിഒസിയുടെ ഭാഗത്ത് നിന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. അതിൻ്റെ പിറ്റേ ദിവസമായ വ്യാഴാഴ്ച എന്ത് ചെയ്തു, വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്തു, താഴേക്ക് ഇറങ്ങി, അത് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തുവാണ്, ഒരു പക്ക ഒരു ട്രേഡബിൾ ആക്ഷൻസ് ഒന്നും വേണമെങ്കിൽ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിഫ്റ്റി നിൽക്കുക. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ക ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു, ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ട് ഒഴുകുന്ന ഒരു മാർക്കറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ വലുതായിട്ടുള്ള മാർക്കറ്റൊക്കെ പ്രതീക്ഷിച്ചോ എന്നാൽ വന്നിട്ടില്ല. പ്യുവർലി ഗ്യാപ്സ് ആയിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ. അല്ലാതെ കഴിഞ്ഞ ആഴ്ചയല്ല, ഈ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആഴ്ചകളിലെല്ലാം, പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിന് ശേഷം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാപ്സാണ്. പ്യുവർലി ഗ്യാപ്പാണ് ഇപ്പം കറണ്ടിൽ മാർക്കറ്റിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഗ്യാപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നുണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട്, സാറേ നമ്മൾ ലെവൽസൊക്കെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ട്രേഡബിൾ പോസിബിലിറ്റി ആകുന്നില്ല. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു, യുദ്ധം നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം പോലെയല്ല ഈ നമ്മുടെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ നടത്തുന്ന യുദ്ധം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വളരെയധികം ദൂരവ്യാപകമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു യുദ്ധമാണ് ഇപ്പം കൃത്യമായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യാനും ഈ ഗ്യാപ്പുകളെ മാർക്കറ്റ് കൺട്രോൾ ചെയ്ത് പോകാനുള്ള ചാൻസും ഇനിയും തുടരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ മാർക്കറ്റിൽ ഇനിയും ഇതേപോലെയുള്ള ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ ഈ ഒരു രീതിയിലുള്ള ഒരു സംഘർഷമായ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മുടെ നിഫ്റ്റിയിലല്ല ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് ഹെവി ആയിട്ടുള്ള റിസ്ക് വരികയും ആ ഹെവി റിസ്ക് നിങ്ങൾക്കൊരു ലോസ് ഉണ്ടാക്കുന്ന രീതിയിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നത് അർത്ഥം. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആകപ്പാടെ 3 ദിവസമേ ഉള്ള ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കായിട്ട്, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൺഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി, വെനസ്ഡേയിൽ തേഴ്സ്ഡേയിൽ തന്നെ ലോ പൊട്ടി താഴേക്ക് വന്ന് തിരിച്ചു കയറി. ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രൽ വീക്കായിട്ട്, അതായത് നമ്മൾ വീക്കിനകത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. POC നിൽക്കുന്നത് 22,518 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ഇതിന് ഓട്ടോ TP ഒന്ന് മാറ്റിക്കോട്ടെ. സോ 22,501 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് 22,700 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയണത് ഈ 23,050 മുകളിൽ നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റ് എങ്ങോട്ട് പോവാം, ഈ ഒരു സിംഗിൾ പ്രിൻ്റായ 23,200 ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ ഈ വാല്യൂ ഏരിയ ഹൈ ആയ 23,500 ഭാഗത്തേക്ക് വരാനുള്ള
ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,052 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 23,200 ഈ ഒരു സിംഗിൾ പ്രിൻ്റ് ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ 23,504 വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതാണ് ഞാൻ തംബ്നെയിലിൽ വച്ചേക്കുന്ന 23,200 വരുമോ എന്ന് വരുമെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ആ ഒരു റീസൺ ഇതുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ POC നിൽക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് നിൽക്കുന്നത് 22,500 ഭാഗത്തേക്കാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു 22,500 എന്ന് പറഞ്ഞൊരു ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അപ്പോൾ 22,500 താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ 430 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ 430 പൊട്ടുകയാണെങ്കിൽ മാത്രം 430 പൊട്ടി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് വരാളൂ, ഈ 22,174ഉം 22,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുകയാണ് 22,430 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു 21,800 ഭാഗത്തുനിന്ന് മാർക്കറ്റ് കയറിപ്പോയ ആ 21,800 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 23,052 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു റിലീഫ് റാലി മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനും ഇല്ല 22,430 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റിലീഫ് റാലിക്ക് പകരം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ ഒരു വീക്കിലിയുടെ റിപ്പോർട്ടിലേക്ക് പറയാനായിട്ടുള്ളത്. അതേസമയം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ ഒരു ന്യൂട്രൽ വീക്കാണ്. ഇൻസൈഡ് IB ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ വീക്കായിട്ട് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ച് പറയുകയാണെങ്കിൽ ന്യൂട്രൽ വീക്ക് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വീക്കാണ്. പക്ഷേ അവനെ സംബന്ധിച്ച് POC 51,400 ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. സോ അവൻ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞു പോയ വീക്കിൻ്റെ മുമ്പത്തെ വീക്കായ 23rd മാർച്ചിൻ്റെ വീക്കിൻ്റെ വാല്യൂരിയ ലോയായ 51,527 മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ 51,775 മുകളിൽ വീക്കിലി ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടോ ഈ POC ആയ 52,553 മുകളിലും അതിന് മുകളിൽ 52,922 മുകളിലും അതിന് ശേഷം ഇത് ഏതാണ് ഈ 53,480 എന്ന് പറഞ്ഞാൽ 23rd മാർച്ചിൻ്റെ വീക്കിലിയുടെ വാല്യൂ ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ടല്ലോ, ഈ സിംഗിൾ പ്രിൻ്റിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 51,775 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 52,553, 52,922 അതിന് മുകളിൽ 53,480 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴേക്കെന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി 50,000 താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ താഴേക്ക് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റി? നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഏരിയയുടെ ഭാഗത്ത് എവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏപ്രിൽ ആ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കാണിക്കും നമ്മളെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു ഏരിയ അതായത് 50,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 49,588 അതിന് താഴെ ഈ 49,000 ഭാഗത്തേക്കും ആ 49,000 പൊട്ടയാണെങ്കിൽ തിരിച്ചിറങ്ങി എങ്ങോട്ട് പോകാൻ നമ്മൾ ഇത് കണ്ടോ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങി പൊക്കോണ്ടിരിക്കും. 49,200 പൊട്ടയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം ഏതാണ് നമ്മളിപ്പം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഈ ഒരു റെഫറൻസ് ലെവലിൻ്റെ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരും. അതായത് 49 താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 50,000 ബാങ്ക് നിഫ്റ്റി പൊട്ടയാണെങ്കിൽ 49,200 49,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലും പറയാനുള്ള ഒരു റെഫറൻസ് ലെവലിൻ്റെ കാര്യം. ഇനി നമുക്ക് നോക്കുമ്പം അടുത്തത് നോക്കാം നമ്മുടെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ്. ഇനി മിഡ് ക്യാപ്പും മിഡ് ക്യാപ്പും ന്യൂട്രൽ എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടില്ല, താഴെ വന്ന് രണ്ടും എല്ലാം മിഡ് ക്യാപ്പും സെയിം ആ കാറ്റഗറി ആയിരുന്നു. മിഡ് ക്യാപ്പും ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂട്രൽ വീക്കായിട്ടാണ് മിഡ് ക്യാപ്പ് അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇത് മൂന്നും ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. സോ ഒരു ന്യൂട്രൽ വീക്ക് വരെയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു ട്രെൻഡ് വീക്ക് ഫോളോ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് 12,400 ഭാഗത്താണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,455 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 12,629 650 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,000 വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് എവിടെ
12,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 655 ഭാഗത്തേക്കും 655 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ എങ്ങോട്ട് പോകാം? ഈ 13,000 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല, ഈ 12,000 പൊട്ടുകയാണെങ്കിൽ മാത്രം മിഡ് ക്യാപ്പ് എന്ത് ചെയ്യുക? 11,500 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെഫറൻസിലുണ്ടല്ലോ അത് കൃത്യമായിട്ട് എത്താണ്ട്. അപ്പോൾ 12,000 പൊട്ടി മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഫർദർ സെല്ല് കണ്ടിന്യൂ ചെയ്യാനും ആ സെല്ല് 11,500 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ കൊണ്ടുവരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ വീക്കിലി ആയിട്ടുള്ള വ്യൂ പറയാനുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് പറഞ്ഞാൽ യുദ്ധം അവസാനിക്കുന്നോ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നോ എല്ലാം ട്രംപിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് റെഡി ചെയ്യാൻ വേണ്ട ചാൻസും കൃത്യമായിട്ട് നോക്കുക. നമുക്കിനി നോക്കണ സമയത്ത് നമുക്ക് അടുത്ത് നോക്കേണ്ടത് നിഫ്റ്റിയെ നമുക്കിനി റെഫറൻസ് ലെവൽ വെച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കാം. സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പം ലെവൽ ട്രേഡിംഗ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നിഫ്റ്റി ഇനി നോക്കേണ്ട മാത്രമേ നിഫ്റ്റിയിൽ നമ്മൾ ലെവൽ ട്രേഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മിഡ് ക്യാപ്പ് എവിടെയാണ്? മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മൾ റെഫറൻസ് ലെവലൊക്കെ ഞാൻ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് POC നിൽക്കുന്നത് ഒരു ട്രെൻഡിങ് അപ്പാണ്. ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേയിൽ വന്നത്. ഓവർ അപ്പായിട്ട് ഒരു ട്രെൻഡ് അപ്പായിട്ട് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു ഫ്രൈഡേ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് വീക്കിൽ സംഭവിച്ചത്. 12,217 നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ POC വന്നത്. 12,000 മിഡ് ക്യാപ്പിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 12,217 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ആ POC. ഞാനത് POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,200 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ്? 12,200 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? 12,155 12,155 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 12,100 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,068 എത്രയാണ്? 12,068 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പ്. അതായത് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ സംഭവിച്ച എല്ലാ റെഫറൻസ് ലെവലും ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ബൈ എന്ന് പറയുമ്പം ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 12,465 മുകളിൽ സസ്റ്റെയിൻ ബൈ എടുക്കുക. അത്രയാണ് 12,465 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മിഡ് ക്യാപ്പിൽ ബൈ എടുക്കുക. ആ ബൈ എങ്ങോട്ട് പോകും? ഈ POC 12,519 ഭാഗത്തേക്ക്. അത്രയാണ് 12,520 എത്രയാണ്? 12,520 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 12,582 എത്രയാണ്? 12,582 12,582 12,582 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,637 ഭാഗത്ത്. എത്രയാണ്? 12,637 എത്രയാണ്? 12,637 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 12,200 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് അടിക്കാനും 12,465 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കയറാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ പോസിബിൾ ആണ്. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു റെഫറൻസ് ലെവലുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ഭയങ്കര വോൾട്ടൈലാണ് കേട്ടോ. പക്ക വോൾട്ടൈൽ ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു എന്താണ് ഒരു ഓവർ അപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല. പകരം ഒരു ഫെയിൽഡ് ഓപ്ഷനാണ് മിഡ് ക്യാപ്പിനെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫെയിൽഡ് ഓപ്ഷനോടുകൂടി ന്യൂട്രൽ എക്സ്ട്രീമായിട്ട് അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമാണ്. ഇഷ്ടംപോലെ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെന്ററിങ് ബാച്ചിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ജെ-പീരീഡിൻ്റെ ട്രേഡ് സെറ്റപ്പ് കിടിലമായിട്ട് വർക്ക് ചെയ്ത് കിടിലം പ്രോഫിറ്റ് കിട്ടിയൊരു ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ വ്യാഴാഴ്ച മിഡ് ക്യാപ്പിൽ സംഭവിച്ചത്. സോ ഞങ്ങളുടെ മെന്ററിങ് ബാച്ചിനെ കുറിച്ച് ഈ ലാസ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് POC 50,149 ഭാഗത്തേക്കാണ് POC നിൽക്കണത്. സോ 50,149 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഗോച്ചാട്ടി നമ്മളെങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും. സോ 50,149 ഭാഗത്തേക്ക് ആ POC ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 50,000 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിന് എത്രയാണ് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 50,000 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 50,049,855 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 49,635 49,635 ഭാഗത്തേക്ക് വരാനും
തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 49,485. ഇതാണ് എനിക്ക് അപ്പ് ഡൗൺ സൈഡ് വരാനുള്ള ഒരു ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവലായി പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പി ഒ സി വന്നേക്കുന്നത് 50,149. എത്രയാണ് പി ഒ സി നിൽക്കുന്നത്? 50,149 ഭാഗത്തേക്ക് പി ഒ സി. പി ഒ സി സത്യം പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ക്ലോസ് വന്ന് 51,527. പി ഒ സി ഇതുവരെ മുകളിലോട്ട് മെർജ് ചെയ്തിട്ടില്ല. ഡേഞ്ചറസ് ആയ ഒരു സൈനാണ് കേട്ടോ. കാരണം മാർക്കറ്റ് ഫ്രഷ് ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 51,750 മുകളിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് ബൈ എടുക്കുന്നു. എത്രയാണ്? 51,750. 15 എത്രയാണ്? 51,750 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവൻ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 51,900 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 51,900 ഭാഗത്തേക്ക് വരാം. 51,900 ഭാഗത്തേക്ക് 51,900 ഭാഗത്തേക്ക് വരാനും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 52,040 ഭാഗത്തേക്ക്. എത്രയാണ്? 52,040 ഭാഗത്തേക്ക് 52,040 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 52,260. എത്രയാണ്? 52,000. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ R3 എവിടെയാണ്? R3 എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്ക് എഫിൽ പറയുന്നത് R3 എന്ന് പറഞ്ഞാൽ R3 എന്ന് പറയുമ്പോൾ 52,265. 52,265 52,265 ഭാഗത്തേക്കും വരും. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്ന റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നാളെ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. എന്താണ്? ഈ 51,400 താഴെ അല്ലെങ്കിൽ 51,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു 50,970 പൊട്ടയാണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിബിൾ ആണ്. അത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ട്രേഡബിൾ ആക്ഷൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പല്ല, പകരം ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പാണ്. സോ ബാങ്ക് നിഫ്റ്റി മാത്രമേ ഉള്ളൂ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് വന്നിരിക്കുന്നത്. നിഫ്റ്റി ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പാണ്. സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പ്രിന്റ് ഇനിഷ്യേറ്റീവ് സിംഗിൾ പ്രിന്റ് ഉണ്ട്, ജെയിലെ സിംഗിൾ പ്രിന്റ് ഉണ്ട്. നമ്മുടെ JP ട്രേഡ് സെറ്റപ്പ് കിടിലമായിട്ട് പ്രോഫിറ്റ് വന്ന ദിവസമായിരുന്നു. പി ഒ സി പക്ഷേ മോളിൽ മാറിയിട്ടില്ല. കാരണം വോളിയം സോൺ താഴേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പ്രൊവൈഡ്സ് നിഫ്റ്റി ഈസ് ഹാവിങ് എ ഗുഡ് ഡിമാൻഡ് അറ്റ് ലോവർ ലെവൽ എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. 22,244 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ പി ഒ സി. എത്ര? 22,244 അതിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ പി ഒ സി 22,244 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ പി ഒ സി വന്നിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ട് പറയണമെങ്കിൽ. നമ്മളെ ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിനി സെല്ലിംഗ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ 22,400 പൊട്ടി. അപ്പോൾ പലരും ചോദിക്കും പി ഒ സി താഴെയാണ്, ബിയറിഷ് റെഫറൻസ് മുകളിലാണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കത് പോസിബിളായിട്ട് വരും. 22,400 പൊട്ടയാണെങ്കിൽ താഴേക്ക് സെല്ലിംഗ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 22,350 22,345 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22,295 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് 22,240. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 22,240 എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഈ പി ഒ സി ഉണ്ടല്ലോ, ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അപ്വേർഡ് റിസൾട്ട്സ് അതായത് നമുക്കിനി പറയുകയാണെങ്കിൽ അപ്വേർഡ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിനി ബൈ എടുക്കുന്നത് 22,820 മുകളിൽ. അതായത് നമ്മളെ പഴയ പി ഒ സി എത്രയാണ്? 22,820 22,820 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ എങ്ങോട്ട് പോകും? ഫസ്റ്റ് 22,880 എത്രയാണ്? 22,880 22,880 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,963 എത്രയാണ്? 22,963 22,963 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,000 ഭാഗത്ത് എത്രയാണ്? 23,000 റൗണ്ട് ഫിഗർ 23,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ള അപ്പർ സൈഡ് റെഫറൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 22,400 പൊട്ടയാണെങ്കിൽ
ഓർത്തോളുക, നമ്മുടെ POC താഴെ ആയതുകൊണ്ട് പലരും പ്രതീക്ഷിക്കല്, കാരണം ട്രേഡ് സെറ്റപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ റെഫറൻസ് പോയിന്റ് ഈസ് പ്ലേസ്ഡ്. സോ 22,400 ആണ് നമ്മളെ ബെയറിഷ് റെഫറൻസ്, 22,244 ആണ് നിഫ്റ്റിയുടെ സംബന്ധിച്ചുള്ള POC വരുന്നത്. സോ POC 2400 പൊട്ടുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു മെയിൻ റിവേഴ്സൺ ട്രേഡ് സെറ്റപ്പ് തരാനുള്ള ഒരു ചാൻസ് ഇവിടെ ഓപ്പൺ ആയി വരെയാണ്. സോ എല്ലാവരും കൃത്യമായിട്ട് ഇത് വീഡിയോ കാണുക, ഇതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ വേറൊരു അറിയിപ്പുണ്ട്, ഈ ഫെബ്രുവരി അല്ല മാറിപ്പോയി, ഇപ്പോഴും മനസ്സിലെ ഫെബ്രുവരിയാണ്. ഏപ്രിൽ മാസം വിഷു, പുതിയ വർഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് വിഷു അറിയാമല്ലോ, വിഷു പുലരി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്. സോ ഈസ്റ്റർ കഴിഞ്ഞു, റമദാൻ ഇപ്പം കഴിഞ്ഞു, അല്ലെ ബക്രീദ്, ഹാപ്പി ബക്രീദ് കഴിഞ്ഞു, നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പേർക്കും ഉള്ള നല്ല കാര്യങ്ങളെല്ലാം മാർക്കറ്റിലേക്ക് വന്ന് നല്ല സമയം തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ രീതിയിൽ ട്രേഡിനെ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഓഫ്ലൈൻ സെഷൻസും ഓൺലൈൻ സെഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ സെഷൻസ് ട്രിവാൻഡ്രത്തും, ഓൺലൈന് സെഷൻസും നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച്, ഓർഡർ ഫ്ലോയെ കുറിച്ചും, അഡ്വാൻസ് രീതിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്ററിങ് ബാച്ച് ആയിരിക്കും ഈ വരാൻ പോകുന്ന ഏപ്രിൽ 15 തുടങ്ങാൻ പോകുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടി തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഈസ്റ്റർ ടു ഓൾ മൈ ട്രേഡിംഗ്